അന്നൊരു ഉച്ച സമയത്താണ് നിച്ചുമോൾ എന്നെ ഫോണിൽ വിളിക്കുന്നത്. സിസ്റ്റർ തൻ്റെ ഓർമ്മകളിലേക്ക് ഓളിയിട്ടു. ഹലോ അമ്മേ, ഞാനാ, നിച്ചു ആണ്. ആരിത്? എൻ്റെ കുട്ടിയോ? ഇന്നലെ രണ്ടാളും കൂടി ഇങ്ങോട്ട് വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തേ ഇറങ്ങാത്തത്? കുടുംബിനിയായപ്പോ പാവയെ അമ്മ മറന്നു എൻ്റെ കുട്ടി. അമ്മ എന്താ മോളെ? എന്താ എൻ്റെ കുട്ടിയുടെ ശബ്ദം വല്ലാതെ ഇരിക്കുന്നത്? എന്താ പറ്റിയേ? അമ്മേ, ഇവരൊന്നും നമ്മൾ വിചാരിച്ചത് പോലെയുള്ള ആളുകളല്ല. ഇവിടെ എന്തൊക്കെയോ പൂജകളോ കർമ്മങ്ങളോ ഒക്കെ നടക്കുന്നുണ്ട്. അന്ന് തേവർപ്പറമ്പിലച്ഛൻ ഓർഫനേജിൽ ക്ലാസ് എടുക്കാൻ വന്നപ്പോ പറഞ്ഞില്ലേ, ഈ കറുത്ത കുർബാന, ബ്ലാക്ക് മാജിക് എന്നൊക്കെ. അന്ന് ഫാദർ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരന്തരീക്ഷമാണ് ഇവിടെ. എന്തൊക്കെ മോളെ നീ പറയുന്നത്? സിസ്റ്റർ ഒരു നിമിഷം ധരിച്ചു നിന്നു. സത്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ കണ്ടതാ ഈ വീടിന്റെ മുകളിലത്തെ നിലയിൽ ഒരു മുറി. വെറുതെ റൂമിലിരുന്ന് മടുത്തപ്പോ ചുറ്റും ഒന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാ ഞാൻ. അങ്ങനെയാണ് ആ മുകളിലെ മുറിയിൽ എത്തിപ്പെട്ടത്. മുറി അടച്ചിരിക്കുകയായിരുന്നു. കടന്നു പോകാനായിട്ട് തുടങ്ങിയപ്പോഴാണ് കർട്ടന്റെ വിടവിലൂടെ ആരുടെയോ നിഴലിനൊക്കെ ഞാൻ അവിടെ കണ്ടത്. ജനൽപ്പാളി വെറുതെ വലിച്ചു നോക്കിയപ്പോ അത് തുറന്നു വന്നു. അതിലൂടെ ഞാൻ കണ്ടതാ തെക്കേലെ പറയിച്ച എന്റെ മോള് അന്ന. അവള് പൂർണ്ണ നഗ്നിയായി ഒരു ടേബിളിൽ കിടത്തിയിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇവിടുത്തെ അപ്പച്ചൻ എന്തൊക്കെയോ പെറുപുറത്തുകൊണ്ട് ഒരു കറുത്ത മെഴുകുതിരി ഒരുക്കി അവളുടെ ദേഹത്തോടെ എത്തിച്ചു. പിന്നെ കണ്ടൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അമ്മേ. ശേഷം അയാൾ ആ കുട്ടിയെ ഞാൻ ഓടിച്ചെന്ന് സ്റ്റീഫനോട് കാര്യങ്ങൾ പറഞ്ഞു. ആദ്യത്തെ അയാളുടെ ഞെട്ടലും പക്കം കണ്ടപ്പോ അയാൾക്കൊന്നും അറിയില്ല എന്ന് ഞാൻ വിചാരിച്ചത്. എന്നാൽ ഞാനിതൊക്കെ കണ്ടുപിടിച്ചതിന്റെ ഞെട്ടലായിരുന്നു അത്. അന്ന് അയാൾ എന്നെ ഒരുപാട് തല്ലി. ഇതൊക്കെ പുറത്തു പറഞ്ഞ കൊന്നുകളയുമെന്ന് പറഞ്ഞു. എനിക്കെന്തോ പേടിയാവും അമ്മേ. അന്നത്തെ അവളുടെ ഓരോ വാക്കുകളും ഒരു കത്തി നെഞ്ചിൽ കുത്തിയിറങ്ങുന്ന വേദനയോടെയാണ് ഞാൻ കേട്ടത്. ആദ്യം ഇത് പോലീസിൽ അറിയിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ ഓർത്തു, പോലീസ് മുതൽ മന്ത്രിമാര് വരെ ഒരു പരിധിവരെ ഇവരുടെ ആശ്രിതരാണ്. ഇപ്പോൾ ഞാനിത് കംപ്ലൈന്റ് ചെയ്താൽ അത് ചിലപ്പോൾ എൻ്റെ കുഞ്ഞിന്റെ ജീവന് വരെ ഭീഷണിയാവും. എന്റെ മോക്കൊന്നും വരില്ല, അമ്മ ഉണ്ടാവും കൂടെ എന്ന് ഞാൻ അവളോട് പറയുമ്പോഴും എന്ത് ചെയ്യണമെന്ന് എന്റെ മനസ്സിലൊരു രൂപം ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ചക്കാലയിലെ ഡെയ്സി കൊലക്കേസ് എന്റെ മനസ്സിൽ വന്നത്. ആ കേസ് വാദിച്ചത് എന്റെ അടുത്ത സുഹൃത്ത് അഡ്വക്കേറ്റ് സേവ്യർ ചോലിക്കലായിരുന്നു. അങ്ങനെ പിറ്റേന്ന് തന്നെ സേവ്യർ വക്കീലിനെ കാണാൻ ഞാൻ പോയിരുന്നു. അന്ന് ഡെയ്സിയുടെ ബോഡി കിടന്ന റൂമിന്റെ കുറച്ച് സ്റ്റിൽസിന്റെ കോപ്പി എനിക്ക് അവിടെ നിന്ന് കിട്ടി. ഞാനത് അപ്പോ തന്നെ നിച്ചുമോൾക്ക് അയച്ചു കൊടുത്തു. അവിടുത്തെ മുറിയിൽ അവള് കണ്ട ചിത്രങ്ങളും ചിഹ്നങ്ങളും ഇതുപോലെയാണോ എന്നറിയാൻ എന്റെ സംശയം തെറ്റിയില്ല. അന്ന് രാത്രി അവൾ ആ വീട്ടിലെ കൊച്ചു മുറിയുടെ കുറച്ച് ചിത്രങ്ങൾ എനിക്ക് അയച്ചു തന്നു. പിന്നെ അവസാനമായി അവൾ എനിക്കൊരു വോയിസ് മെസ്സേജ് കൂടി അയച്ചു. അമ്മേ, ഒരുപക്ഷെ ഇതെന്റെ അവസാനത്തെ മെസ്സേജ് ആയിരിക്കും. എനിക്കെല്ലാം മനസ്സിലായെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്നലെ എന്റെ ഫോണിൽ അമ്മ അയച്ചു തന്ന ചിത്രങ്ങൾ, അമ്മയ്ക്ക് ഞാൻ അയച്ചു തന്ന ചിത്രങ്ങൾ അവർ കണ്ടിട്ടുണ്ട്. ഇനി എനിക്ക് ഇവിടെ നിന്ന് രക്ഷയില്ല. അമ്മ സൂക്ഷിക്കണം. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് എന്റെ കുഞ്ഞ്. ഇത്രയ്ക്ക് എനിക്കറിയാമായിരുന്നിട്ടും നിയമത്തെ ഞാൻ ഭയന്നു. എന്റെ ജീവനിൽ എനിക്ക് ഭയമുണ്ടായിട്ടായിരുന്നില്ല സാറേ. 40 കുരുന്ന ജീവനുകൾ കൂടെ ഉണ്ട് ഇവിടെ. അവർക്കെന്തെങ്കിലും പറ്റിപ്പോയാലോ എന്നൊരു ഭയം. ഇച്ചായന്റെ തിരോധാനവും നിയോഗങ്ങളുടെ മരണവും ചക്കാലയിലെയും മനമേലെയും ആളുകളുടെ മിസ്സിങ്ങുമെല്ലാം ഒത്തു നോക്കുമ്പോ എല്ലാത്തിനും തമ്മിൽ എന്താ ഒരു ബന്ധമുള്ളത് പോലെ ഒരു തോന്നൽ. സാറ് ഒരു സത്യസന്ധനായ ഓഫീസർ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇതൊക്കെ സാറിനോട് തുറന്നു പറഞ്ഞത്. ആദ്യം പറഞ്ഞു തന്നെയാണ് സിസ്റ്റർ എനിക്കിപ്പോഴും പറയാനുള്ളത്. ഇതിന്റെ പേരിൽ സിസ്റ്റർ ആഞ്ചലിയെ തേടി ഇവിടെ ആരും വരില്ല.
ഇത് ACP സിദ്ധാർത്ഥ് മേനോന്റെ വാക്കാണ്. അതുപോലെ ഏറിപ്പോയ ഒരു 10 ദിവസം ഫാദർ ജെയിംസിന്റെ തിരോധാനവും നിയോഗ മർഡർ കേസും എല്ലാ തെളിവുകളോടും കൂടെ കോടതിയിൽ എത്തിയിരിക്കും. നിയമങ്ങൾ അത് പണക്കാരന്റെ കുത്തകയില്ല, പാവപ്പെട്ടവന്റെ സംരക്ഷണ കവചം കൂടെയാണ്. അതിനുവേണ്ടിയുള്ള എന്റെ പോരാട്ടം ഇതാ ഇവിടെ തുടങ്ങുകയാണ്.